ലോകത്തെ ഏറ്റവും വലിയ പ്രബുദ്ധരെന്നാണ് മലയാളികൾ സ്വയം പുകഴ്ത്താറുള്ളത്. എന്നാൽ ലോകത്തുള്ള എല്ലാ വിവേചനങ്ങളും സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്നുവെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ മലയാളികൾക്കിടയിലുണ്ട്. അത് ജാതിയുടെയും മതത്തിന്റെയും പേരിലായാലും നിറത്തിന്റെ പേരിലായാലും അന്നും ഇന്നും നിലനിൽക്കുന്നതാണ് ഈ വിവേചനങ്ങൾ. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം അസമത്വങ്ങൾ ലോകത്തിലുണ്ടോ അതെല്ലാം മലയാളിക്കുണ്ട്. എന്നാലും മലയാളി സ്വയം വിശേഷിപ്പിക്കുന്നത് പ്രബുദ്ധൻ എന്നാണ്. ദുരഭിമാനക്കൊല തൊട്ട് സ്ത്രീധനത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലുമെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വന്നവരും ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടവരുമായുള്ള സ്ത്രീകളും സംസ്ഥാനത്ത് നിരവധിയാണ്. ഭർത്താവിൽ നിന്ന് നിറത്തിന്റെ പേരിലുള്ള അവഹേളനം കാരണം ചൊവ്വാഴ്ച മലപ്പുറത്ത് തൂങ്ങി മരിച്ച 19-കാരിയായ ഷഹാന അതിന്റെ ഒടുവിലത്തെ ഇരയാണ്. കല്യാണത്തിന് ശേഷം ഷഹാനയുടെ നിറത്തിന്റെ പേരിൽ ഭർത്താവ് അബ്ദുൾ വാഹിദും വീട്ടുകാരും നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം മെയ് 27-നാണ് ഇരുവരുടെയും നിക്കാഹ് കഴിഞ്ഞത്. അവിടെ നിന്നങ്ങോട്ട് നിറത്തിന്റെ പേരിൽ അവഹേളനം സ്ഥിരമായി. ഇതിന്റെ പേരിൽ വിവാഹബന്ധം വേർപ്പെടുത്താനും നിർബന്ധിച്ചു. ബിരുദ വിദ്യാർത്ഥിനിയായ ഷഹാനയെ പഠനത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ മാനസികമായി തളർത്തി. ഇതാണ് ഷഹാനയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്ന് പെൺകുട്ടിയുടെ കുടുംബം ഒന്നടങ്കം ആരോപിക്കുന്നുണ്ട്. നിറം എന്ന നിസ്സാര കാര്യത്തിന് പുറത്താണ് 19 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. തൊലിപ്പുറത്തെ നിറത്തിനെ ചൂണ്ടിക്കാട്ടി വ്യക്തികളെ അവഹേളിക്കുന്ന പ്രവണത ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിറത്തിന്റെ പേരിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിലൂടെ എന്താണ് നേടുന്നത്? കുത്തുവാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ആസ്വദിക്കുന്നതിന് പുറമെ വൈകല്യമുള്ള ഒരു മനസ്സും ഇത്തരക്കാർക്ക് ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ചുറ്റും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തീവ്രമായും വ്യാപകമായും നിലനിൽക്കുന്നുണ്ട് ബോഡി ഷേമിംഗ്. ജാതിബോധം പോലെ തന്നെ തൂത്തെറിയപ്പെടേണ്ട ഒന്നല്ലേ വെളുപ്പ് സൗന്ദര്യ ലക്ഷണവും കറുപ്പ് സൗന്ദര്യത്തിന്റെ അഭാവവുമാണെന്ന ബോധം. 21-ാം നൂറ്റാണ്ടിലും ലോകം ഇത്രയൊക്കെ വളർന്നിട്ടും നിറത്തിന്റെ പേരിലുള്ള വിവേചനങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. വിവാഹശേഷം ഭർത്താവിൽ നിന്ന് നേരിടുന്ന ക്രൂര പീഡനങ്ങളുടെ കേസുകൾ കേരളത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നുണ്ട്. പിന്നാക്ക വിഭാഗം തൊട്ടിങ്ങോട്ട് വരെയുള്ളവരുടെ ഇടയിൽ പോലും ജാതി വിവേചനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. കോട്ടയത്ത് നടന്ന കെവിൻ ദുരഭിമാനക്കൊല മലയാളികൾ മറക്കാനിടയില്ല. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ദുരഭിമാന കൊലപാതകമാണിത്. ഇതര മതവിഭാഗത്തിൽപ്പെട്ട നീനുവിനെ വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് അന്ന് ദുരഭിമാനക്കൊല നടന്നത്. ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു കെവിൻ. 2018 മെയ് 28-ന് കെവിനെ തെന്മലയ്ക്ക് സമീപത്തെ ചാലിയേക്കര പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് പുറം ലോകം അറിഞ്ഞതത്രയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. കെവിന്റെ മരണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ നീനുവിന്റെ പിതാവ് ചാക്കോ ആയിരുന്നു. 2024-ാണ് പാലക്കാട് തേൻകുറിശ്ശിയിലെ മറ്റൊരു ദുരഭിമാനക്കൊല നടന്നത്. ദുരഭിമാനം കവർന്ന ജീവനുകൾ ഇനിയുമുണ്ട്. പാലക്കാട് ഹരിത എന്ന പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച അനീഷിനെ വിവാഹം കഴിഞ്ഞ് 88-ാം ദിവസം ഹരിതയുടെ അച്ഛനും അമ്മാവനും ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആലുവയിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട സഹപാഠിയെ പ്രണയിച്ചതിന്റെ പേരിൽ പിതാവ് 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകളെ മർദ്ദിച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയ അതിദാരുണ സംഭവം നടന്നിട്ടും അധികം വർഷമൊന്നും ആയിട്ടില്ല. ഇതിനെല്ലാം പുറമെ സ്ത്രീധന മരണങ്ങളും സംസ്ഥാനത്ത് നിരവധി നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും വളരെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലും സ്ത്രീധന പീഡനവും മറ്റു ഗാർഹിക പീഡനങ്ങളും ഒട്ടും കുറവില്ല എന്നതാണ് ഈ അടുത്തു പുറത്തുവരുന്ന വാർത്തകൾ അത്രയും സൂചിപ്പിക്കുന്നത്.